വെറും ഒരു ചൂടുവെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും കുഞ്ഞിനൊരു ഫുഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻറ്റ് സെർലാക്കാണ് ഇപ്പോൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് സെർലാക്കാണ്. കുട്ടികളുടെ വെയിറ്റ് ഗെയിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. 2 കപ്പ് വൈറ്റ് അവിൽ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. 1 കപ്പ് ഓട്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ക്രിസ്പി ആയി കിട്ടുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 2.5 കപ്പോളം മക്കാന എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു പ്ലേറ്റിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ പരത്തി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് അണഞ്ഞു കിട്ടും നമുക്ക്. ആ ഒരു സമയം കൊണ്ട് ഒരു 10-12 കാഷ്യൂനട്ട്സ്, ബദാം, ഒരു 3 വാൽനട്ടും കൂടെ ആഡ് ചെയ്യുക. ഒരു 5-6 പീസ് പിസ്സയും കൂടെ എടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ എല്ലാ ഐറ്റംസും കൂടെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. അതോടുകൂടി നമ്മുടെ ഈസി ഇൻസ്റ്റൻറ്റ് സെർലാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ കുട്ടികളുടെ വിശപ്പടക്കും. മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഡേറ്റ്സ് പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ 4-5 ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും ഇറങ്ങി പുറപ്പെടാം. കുട്ടികളെയൊക്കെ കൊണ്ട് ധൈര്യമായിട്ട് 2 ഡേയ്സ് കഴിഞ്ഞിട്ടോ 3 ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെ വരാം. ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പം കുട്ടികളായതിൻ്റെ പേരിൽ ആരും യാത്ര ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്യാം. മാംഗോ, സ്ട്രോബെറി, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെയും കൂടെ ടേസ്റ്റ് ആയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഐറ്റംസിൻ്റെ നമ്പേഴ്സ് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഈ സ്പാറ്റിൽ എങ്ങനെയുണ്ടത്, ഞാൻ ട്രെൻഡികളിൽ നിന്ന് ആകെ 2 റിയാലിന് മേടിച്ചതാണ്. ഒരുപാട് ഐറ്റംസും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ.